എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും എത്ര കാലത്ത് എങ്ങനെയൊക്കെ സ്ത്രീ ഉയരത്തെത്തിയാലും ഇവിടുത്തെ സൊസൈറ്റിക്ക് ഒരു ഒരു രൂപമുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. അതൊരു എങ്ങനെയുള്ള സ്ട്രക്ചർ തന്നെയാണ്, അത് ആൺകോയ്മയിലുള്ള സ്ട്രക്ചർ തന്നെയാണ്. അല്ല എന്ന് നമ്മൾ എത്ര വാദിച്ചിട്ടും കാര്യമില്ല. അത് നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, അതേപോലെ തന്നെയാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമെന്നല്ല, ഞാൻ പലയിടത്തും കാണുന്ന കാര്യമാണ്. സാലറിയുടെ കാര്യത്തിൽ ചിലപ്പോൾ വൈഫായിരിക്കും കൂടുതൽ സാലറി ഒക്കെ വാങ്ങുന്നത്. എന്നാൽ പോലും ഒരേ സമയത്ത് വൈഫും ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചായ ഇടാൻ പോവുക ആരായിരിക്കും? ചായയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് മിക്കവാറും 80% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ലേഡി ആയിരിക്കും പോവുക. അവർ ചായ ചിലപ്പോൾ കുടിക്കുന്നുണ്ടാവില്ല, എന്നാൽ പോലും അത് അയാൾ നിർബന്ധിച്ച് പറയുന്നതല്ല, അയാൾ വാശി കാണിക്കുന്നതല്ല, അയാൾ ദേഷ്യപ്പെടുന്നതല്ല. അവർ സ്വമേധയാ എവിടെ നിന്നൊക്കെയോ പഠിച്ചെടുത്ത ഒരു രീതിയാണത്. നമ്മൾ അതിലാണ് ഇപ്പൊ സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ പോലും എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് കുടിക്കുന്നതാ. അതെന്തുകൊണ്ടാ? അത് നമ്മളത് അങ്ങനെ ഒന്ന് ശീലിച്ച് കണ്ട് കേട്ടറിഞ്ഞ് അതിൽ നിന്ന് സന്തോഷം അനുഭവിച്ച് മനസ്സിലാക്കി എന്നുള്ളത്. സമയമില്ലായ്മ കൊണ്ട് മാറ്റി പറയാറും ഒരു ചായ ഇട്ടവരോ എന്ന് ചോദിക്കാറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശീലം അതാണ്. 4 ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നത്.